നമസ്കാരം. നമ്മൾ വഴിയിൽ എവിടെ വെച്ച് കണ്ടാലും കണ്ടെയ്നറുകളുടെ പടമെടുക്കണം. കാരണം ഓരോ കണ്ടെയ്നറിനും ഒരു ചതിയുടെ കഥ പറയുവാനുണ്ടാകും. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഇന്ത്യ തുടർന്നും ഒരു പിന്നോക്കാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ വലിയ കുതിപ്പ് നേടാൻ കഴിയാതെ പോകുന്നത്, ഒരു വലിയ ഗൂഢാലോചനയുടെ ഇരയായി തീരുകയാണ് നമ്മുടെ ഇവിടുത്തെ വ്യവസായികളും വ്യാപാരികളും കയറ്റുമതിക്കാരുമൊക്കെ. അധികം പേരൊന്നും ഇത് പഠിക്കുന്നില്ല. എല്ലാവരും കയറ്റുമതി ഇത്ര കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര കുറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് കയറ്റുമതി കൂടി കുറഞ്ഞു എന്നുള്ള ചർച്ചയ്ക്കപ്പുറം നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ഭീമന്മാർ ആരൊക്കെയാണ്, അവരെങ്ങനെയാണ് നമ്മളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്തരം കിനിഞ്ഞിറങ്ങി ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ കണ്ടെയ്നറും കയറ്റുമതിയും ഒക്കെ തുടങ്ങിയിട്ട് മാൽക്കം മക്ലെയിൻ എന്ന് പറയുന്ന മഹാൻ 1950കളിൽ തുടങ്ങിയതാണ്. ഇപ്പൊ ഏകദേശം 75 വർഷമാകുന്നു. ഈ വ്യാപാരത്തിന്റെ അടിയൊഴുക്കുകൾ, അല്ലെങ്കിൽ ഈ വ്യാപാരത്തിൽ നമ്മൾ എങ്ങനെ കബളിപ്പിക്കപ്പെടുന്നു, ഹൗ വി ബിക്കം അൺകോമ്പറ്റീറ്റീവ് ഇൻ ദി ഇന്റർനാഷണൽ മാർക്കറ്റ് തുടങ്ങി ഒരു വലിയ സംഭവമാണ് ഓരോ കണ്ടെയ്നറും നമ്മളോട് പറയുവാനുള്ളത്. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. മിക്കവാറും ഇവിടെ ഇപ്പൊ പലരും ഷൂട്ട് ചെയ്ത് അയക്കുന്നത് കണ്ട്ലയിൽ നിന്ന് കേരളത്തിൽ പല്ലാർപാടം വഴി നമ്മുടെ കാസർഗോഡ് തൊട്ട് പാറശാല വരുന്ന ഈ ടൈലുകൾ, നമ്മുടെ ഏറ്റവും കൂടുതൽ ഇവിടെ ആവശ്യമുള്ളതാണല്ലോ, ടൈൽസ് ആണല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ വരുന്നത്. അതിനകത്തൊന്നും വലിയ കഥയില്ല. പക്ഷേ അല്ലാതുള്ള ചില കണ്ടെയ്നറുകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെതിരെ പോരാടേണ്ടതെന്നൊക്കെ ഒരുപാട് ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. ഇവിടെ നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമുണ്ട്. നമ്മൾ അതിലെ കടന്നു പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഭാരതപ്പുഴയുടെ കുറുകെയുള്ള ഈ കുറ്റിപ്പുറത്ത് നിന്ന് പൊന്നാനിയിലോട്ട് പോകുന്ന ദേശീയപാതയാണ്. അവിടെ വെച്ച് സെയിലിംഗ് കമന്ററിയുടെ പഴയ സുഹൃത്താണ്, സെയിലിംഗ് കമന്ററിയുടെ സുഹൃത്തല്ല, എനിക്ക് തോന്നുന്നു ജാലകത്തിന്റെ സുഹൃത്തായിരിക്കാം, ചാക്യാർ പെരിന്തൽമണ്ണ എന്നാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം. അദ്ദേഹം ഒരു കണ്ടെയ്നറിന്റെ പടം എടുത്തു. പെട്ടെന്ന് എടുക്കുകയായിരുന്നു, അദ്ദേഹം എടുത്തിങ്ങോട്ട് അയച്ചു. ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ചാരപ്പണി അതിന്റെ പിന്നിലുണ്ട്. നമ്മളൊന്നും അറിയുന്നില്ല എങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന യുദ്ധം. അതിർത്തിയിൽ മാത്രമല്ല നടക്കുന്നത്, കപ്പലുകൾ വഴിയും ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്. കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോൾ മെയ് മാസം 11-ാം തീയതി സ്പെയിനിലെ വലൻസിയ, വളരെ പരിചയമുള്ള പേരാണിപ്പോൾ സ്പെയിനിലെ വലൻസിയ. കാരണം നമ്മുടെ ജെറ്റ് സർവീസ് വെസലുകളെല്ലാം TRV വലൻസിയ നേരിട്ട് പോകുന്ന പോർട്ടാണ് വലൻസിയ. വലൻസിയയിൽ നിന്ന് മെയ് 11, ഇക്കഴിഞ്ഞ മെയ് 11 ഒരു കണ്ടെയ്നർ യാത്ര തിരിച്ചിട്ട് അത് നമ്മുടെ വല്ലാർപാടം തുറമുഖത്തെത്തുന്നത് 26/7/25. ഇത് കുറ്റിപ്പുറത്ത് വെച്ച് 27 അടുത്ത ദിവസമാണ് നമ്മുടെ ചാക്യാർ ഇതിന്റെ പടം എടുക്കുന്നത്. 77 ദിവസമാണ് ഒരു കണ്ടെയ്നർ നമ്മുടെ നാട്ടിലെത്താൻ. 77 ദിവസം. അതേ സമയത്ത് നിരനിരയായി 10-12 കപ്പലുകൾ, ജെറ്റ് സർവീസിലെ കപ്പലുകൾ പോയതെല്ലാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ, ഏറ്റവും വമ്പൻ കപ്പൽ MSC ഐറിന ഇവിടെ നിന്ന് പോയത് 13/6/25 പോയിട്ട് 26/6/25. കേവലം 13 ദിവസം കൊണ്ട് TRV വലൻസിയ ദൂരം പിന്നിട്ടതാണ് MSC ഐറിന എന്ന് പറഞ്ഞാൽ വലിയ കപ്പലായതുകൊണ്ട് തന്നെ അല്പം വേഗത കുറവായിരിക്കും. എന്നിട്ട് പോലും കേവലം 13 ദിവസം കൊണ്ട് പിന്നിട്ട ദൂരത്താണ് ഇവിടെ 77 ദിവസം. 77 ദിവസം. അപ്പൊ അതിന്റെ പിന്നിലുള്ള കഥ അന്വേഷിച്ചു പോകുമ്പോഴാണ് എങ്ങനെയൊക്കെയാണ് വളഞ്ഞും തിരിഞ്ഞും എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. വലൻസിയയിൽ നിന്ന് ബാഴ്സലോണ, നമ്മുടെ MP-യുടെ പ്രിയപ്പെട്ട നഗരമാണ് ബാഴ്സലോണ. വലൻസിയയിൽ നിന്ന് ബാഴ്സലോണ 163 നോട്ടിക്കൽ മൈലാണ്. 8-ാം തീയതി പ്രതീക്ഷിക്കുന്നു, 11-ാം തീയതി അവിടുന്ന് ഡിപ്പാർച്ചർ ETD. അത് കഴിഞ്ഞ് ബാഴ്സലോണയിൽ നിന്ന്
ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഫോസ് സുർമർ. ഫ്രാൻസിലെ പോർട്ടാണ് ഫോസ് സുർമർ. അങ്ങനെ തന്നെയാണോ പ്രൊണൗൺസിയേഷൻ എന്നറിയില്ല. 190 നോട്ടിക്കൽ മൈൽ. ആദ്യം ഒരു പറഞ്ഞിരുന്നത് വലൻസിയ കൊച്ചി, അതിന്റെ മാപ്പ് പോലും ഉണ്ട്, നേരിട്ടങ്ങ് വരുന്നു എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ കപ്പൽ കമ്പനിയും പറയുന്നില്ല, കപ്പലിന്റെ പേരും പറയുന്നില്ല. കാരണം നമുക്ക് എല്ലാ കമ്പനികളും നമുക്കിനി ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരാളുടെ പേര് പറയുന്നില്ല. ഫോർസുർമർ, ബാഴ്സലോണ ഫോർസുർമർ 190 നോട്ടിക്കൽ മൈൽ. 12-ാം തീയതി അവിടെ തിരിക്കുന്നു, 18-ാം തീയതി ഇവിടെ എത്തുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പരിചയമുള്ള, നമ്മൾ കേട്ടിട്ടുള്ള മോൾട്ടയിലെ തുറമുഖമാണ് മാർസക്സ് ലോക്ക്. ഫോർസുർമറിൽ നിന്ന് മാർസക്സ് ലോക്ക് 678 നോട്ടിക്കൽ മൈൽ. 18-ാം തീയതി അവിടെ തിരിക്കുന്നു, 22-ാം തീയതി ഇവിടെ എത്തുന്നു. ഇത് പോട്ടെ, യൂറോപ്പിലെ പല പോർട്ടുകൾ കടന്ന് വരികയാണെന്ന് പറയാം. പിന്നെ അവിടെ നിന്ന് നേരെ വരുന്നത് ആഫ്രിക്ക ചുറ്റി പോർട്ട് ക്ലാങ്. കൊച്ചിയിലൊരു കണ്ടെയ്നർ വരേണ്ടതിന് കപ്പൽ പോകുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ, പോർട്ട് ക്ലാങ്. മലേഷ്യയിലെ പോർട്ട് ക്ലാങ്ങിലോട്ടാണ് പോകുന്നത്. എന്നാലും നമുക്ക് പൊറുക്കാം, വലിയ കുഴപ്പമില്ലാത്ത സമയമേ അപ്പോഴും എടുത്തിട്ടുള്ളൂ. പോർട്ട് ക്ലാങ്ങിൽ 22/6 മെയ് മാസത്തിൽ തുടങ്ങിയാണ്. മെയ് മാസം എപ്പോഴാണ്? 11-ാം തീയതി. മെയ് 11-ന് തുടങ്ങിയത് പോർട്ട് ക്ലാങ്ങിൽ എത്തുന്നത് 22-ന്. ഒരു ദിവസം അവിടെയുണ്ട് 23-ന്. പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് കപ്പൽ യാത്ര തിരിക്കുന്നു. അവിടെ നിന്ന് നേരെ കൊളംബോയിലുണ്ട്. കൊളംബോയിൽ 28/6/25 ഇക്കഴിഞ്ഞ ജൂൺ 28-ന് കൊളംബോയിൽ എത്തുന്നു. ഇത്രയും വൈകിയുള്ള പോർട്ട് ക്ലാങ്ങിലോട്ടുള്ള ചുറ്റലല്ല ചതി. വാസ്തവത്തിൽ അത് വൈകിക്കൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സാധാരണഗതിയിൽ കൊളംബോയിൽ വന്നിട്ട് നേരെ ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. ഇത് പോർട്ട് ക്ലാങ്ങിൽ പോയി അവിടെ നിന്ന് കൊളംബോയിലോട്ട് വരുന്നു. യഥാർത്ഥ കളി നടക്കുന്നത് കൊളംബോയിലാണ്. കൊളംബോയിൽ 28/6/25 എത്തുമ്പോൾ 30-ാം തീയതി ഇതേ കമ്പനിയുടെ ഫീഡർ വെസൽ 30-ാം തീയതി അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിക്കുന്നുണ്ട്, കൊച്ചിയിലുണ്ട്. 30/6/25. അപ്പൊ 28-ാം തീയതി അവിടെ ഡിസ്ചാർജ് ചെയ്ത കണ്ടെയ്നർ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധമായും 28, 29, 30 ഏകദേശം 60-74 മണിക്കൂറോളം ഉണ്ട്. കയറ്റുന്നില്ല, കണ്ടെയ്നർ കയറ്റുന്നില്ല. ആ കപ്പൽ 30/6-ന് അവിടെ നിന്ന് തിരിച്ച് 17 പിറ്റേ ദിവസം കൊച്ചിയിലെത്തുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ദൂരെയുള്ള ഒരു കണ്ടെയ്നർ അവിടെ എത്തിയിട്ട് 30-ാം തീയതി തിരിക്കുന്ന കപ്പൽ 28-ാം തീയതി അവിടെ എത്തിയ കണ്ടെയ്നർ എന്തുകൊണ്ട് കയറ്റുന്നില്ല? അതേ കപ്പൽ കമ്പനിയുടെ ഫീഡർ വെസലാണ്. ഇതേ ഫീഡർ വെസലിലാണ് പിന്നീട് ഈ കണ്ടെയ്നർ ഇവിടെ എത്തിയത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ കണ്ടെയ്നർ കയറ്റാതെ പോയത്? അതിന് നമ്മൾ ആ കണ്ടെയ്നറിന്റെ ഉടമ അല്ലെങ്കിൽ അവിടുത്തെ നടത്തിപ്പുകാർ ആരാണ് എന്ന് നമ്മൾ അറിയണം. ദ കൊളംബോ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ CICT is operated by a joint venture between China Merchants Port Holdings Company Limited and the Sri Lanka Ports Authority. ഉടമസ്ഥൻ ആരാണെന്ന് മനസ്സിലായല്ലോ, ചൈനയാണ്. ചൈന ഓപ്പറേറ്റ് ചെയ്യുന്ന ടെർമിനലാണ്. ഇനി അതിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്? നമ്മൾ പറയും ശ്രീലങ്കൻ ഗവൺമെന്റ് അല്ലേ, ശ്രീലങ്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ലേ എന്ന് പറയുമ്പോൾ CICT ഓണർഷിപ്പ് എങ്ങനെയാണ്? അതിന്റെ ഓണർഷിപ്പ് CMPH എന്ന് പറഞ്ഞാൽ ചൈന മെർച്ചന്റ്സ് പോർട്ട് ഹോൾഡിംഗ്സ് ഹോൾഡ്സ് 85% ഓഫ് ദി പാർട്ണർഷിപ്പ്. ഈ ബന്ധത്തിൽ 85% ഓഹരിയും ചൈന കമ്പനിക്കാണ്. വൈൽ SLPA ശ്രീലങ്ക പോർട്ട് അതോറിറ്റി ഹോൾഡ്സ് ദ റിമൈനിങ് 15%. ശ്രീലങ്കയുടെ നേരത്തെ ഉപയോഗിച്ച വാക്യതാണ്, ഈ ശ്രീലങ്കക്കാരന് ഈ ടെർമിനലിനകത്ത് പ്രവേശിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ഈ 85% ഓഹരി കയ്യിൽ വെച്ചിരിക്കുന്ന ചൈന മെർച്ചന്റ്സ് പോർട്ട് ഹോൾഡിംഗ്സിന്റെ അധികാരം. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെർമിനലിൽ ഇന്ത്യയിലോട്ട് വരേണ്ട, കേരളത്തിലോട്ട് വരേണ്ട ഒരു കണ്ടെയ്നർ എപ്പോൾ വരണമെന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും? അങ്ങനെയാണ് 28/6-ന് അവിടെ എത്തിയ കണ്ടെയ്നർ 30/6-നുള്ള കപ്പലിൽ കയറാതെ കയറുന്നത് 23/7/25. വീണ്ടും ഈ കപ്പൽ അവിടെ നിന്ന് തിരിച്ച് കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിന്ന് മംഗലാപുരം ജബലാലി ഒക്കെ കഴിഞ്ഞ് വീണ്ടും കറങ്ങി കൊളംബോയിലെത്തിയിട്ട് അടുത്ത ട്രിപ്പിൽ 23/7/25-നാണ് അത് കയറ്റി വിടുന്നത്. അതാണ് നമ്മുടെ 26-ന് വല്ലാർപാടത്ത് നിന്ന് ക്ലിയർ ചെയ്ത് പുറത്തോട്ടിറങ്ങി 27-ന് നമ്മുടെ ചാക്യാർ കുറ്റിപ്പുറത്ത് വെച്ച് കാണുന്നത്. അപ്പൊ ഏകദേശം ഒരു മാസം നമ്മുടെ കണ്ടെയ്നർ എന്തിനാണ് കൊളംബോയിൽ പിടിച്ചു വെച്ചത്? ആരാണ് പിടിച്ചു വെച്ചത്?
എന്തുകൊണ്ടാണ് പിടിച്ചുവെച്ചത്? കണ്ടെയ്നർ ഇവിടെ വന്നാൽ കണ്ടെയ്നറിൽ അസംസ്കൃത വസ്തുക്കളുണ്ട്, അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കി ഇന്റേണൽ മാർക്കറ്റിൽ വിൽക്കാം, വിദേശ മാർക്കറ്റിൽ വിൽക്കാം. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഇതെന്തെങ്കിലും ഇവിടെ പോർട്ട് നടത്തുന്നവർ, ഇവിടെ കപ്പൽ ഓടിക്കുന്നവർ, ഇതിന്റെ എല്ലാം കമാൻഡർമാരായിരിക്കുന്നവർ ആരെങ്കിലും ഇത്തരം കൊടുംചതികൾ പഠിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? ഇതാണ് ഈ പോർട്ട് വരാതിരിക്കാനും വന്നു കഴിഞ്ഞപ്പോൾ ഈ പോർട്ടിന്റെ ഗേറ്റ് തുറക്കാതിരിക്കാനും ആരൊക്കെയാണോ ശ്രമിക്കുന്നത് അവരെല്ലാം ഈ രാജ്യത്തെ, ഇവിടുത്തെ ജനങ്ങളെ, സാധാരണക്കാരെ ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്.